മാനസികാവസ്ഥയിലാണ് ഞാൻ. നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സന്തോഷകരമായ ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ പലരും പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ടെൻഷനാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇവരെന്താണ് പറയാൻ പോകുന്നത്? നിങ്ങളുടെ അതിൻ്റെ ആൻസറാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇത്രയും ടെൻഷനിൽ ഒരു സ്റ്റേജിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സങ്കടം എന്ന് പറയുന്നത് 48 വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആദ്യത്തെ സിനിമയിൽ നമുക്കൊന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അത് വന്നിരുന്നെങ്കിൽ എന്നാലോചിക്കാൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് മോമെന്റ് അല്ലേ? ഒരു മകനും മകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആ ഫാമിലിയിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ വരിക എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ സിനിമ വരുന്ന കാലത്ത് സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ എന്ന് വലിയൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. പലരും നമ്മുടെ ഷൂട്ടിംഗ് സമയത്തെന്ന് പറയും, മോനെ എനിക്കൊരു മോനുണ്ട്, ഒരു കാശിനെ കൊള്ളൂല, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഞാൻ വഴക്കുണ്ടാക്കി ഇങ്ങനെ പോലീസ് വിളിച്ചുണ്ടോ, എന്തെങ്കിലും ഒരു ജോലി സിനിമയെ കൊടുക്കും. ഒരു കാലത്ത് നിന്നാണ് വന്നത്. അല്ലെങ്കിൽ ഞാൻ തമാശ പറഞ്ഞാണ്. പക്ഷെ വളരെയധികം സന്തോഷം. കാര്യം ആദ്യം ഞാൻ ആദ്യം നിങ്ങളോട് എന്താ പറയുക, ജിത്തുവിനോട് നന്ദി പറയുന്നു. കാര്യം എൻ്റെ മോൻ അഭിനയിച്ച സിനിമയിൽ എനിക്കൊരു ചാൻസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. സെയിം വിത്ത് ജു. താങ്ക് യു സോ മച്ച് ഫോർ എന്നെ അക്കോമഡേറ്റ് ചെയ്തതല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയുണ്ട്. കാര്യം നിങ്ങളാണ് ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല അല്ലേ. എൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോഴും റീ റെക്കോർഡ് ചെയ്യുമ്പോഴും ഒക്കെ. അപ്പം നമ്മളൊക്കെ ആ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ ഡബ് ചെയ്യുന്ന ഭാഗം മാത്രമേ കണ്ടുള്ളൂ, പിന്നെ കുറച്ച് കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ. എനിക്കും ജൂലിയെ പറഞ്ഞ പോലെയാണ്, ഭയങ്കര പ്രതീക്ഷയായിട്ടൊന്നും പറയണ്ട. ഒരു സാധാരണ സിനിമയാണ്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കാര്യം സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ തീരുമാനിക്കുന്നത് ഇത് ഭയങ്കര ഒരു സിനിമയാണ്. ഇപ്പം എൻ്റെ സുചി പറഞ്ഞു, തുടക്കം എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് ആണ്, ആദി എന്ന് പറയുന്ന ഒരു ബിഗിനിങ് ആണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ആദ്യത്തെ സിനിമയുടെ പേര് തിരനോട്ടം എന്നാണ്. അതൊരു ബിഗിനിങ് ആണ്. കഥകളി തുടങ്ങുന്നതിന് മുമ്പ് ആ തിരശീല മാറ്റി വരുന്നത്. അതൊരു തിരശീല എന്ന് പറയുന്ന ഒരു സ്ക്രീനായിട്ട് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രീ ഡിസ്റ്റൈൻഡ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിൻ്റെ കൂടെ നടന്നു പോകുന്ന ഒരു കാര്യമാണ്.